IRGCയെയും ഹിസ്ബുള്ളയെയും ആഗോളതലത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്ക. ഇറാനും പ്രോക്സി ഭീകര സംഘടനകളും ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ലോകരാഷ്ട്രങ്ങളുടെ സഹകരണത്തോടെയാണ് US നയതന്ത്ര പ്രതിനിധികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൗഹൃദ രാഷ്ട്രങ്ങളിലെ അധികാരത്തിൽ ഇക്കാര്യത്തിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ന്യൂസ് ചെയ്യുന്നുണ്ട്. ഐസൻ, പറയൂ. ഗോപിക, ഏറ്റവും നിർണായകമായ ഒരു നിർദ്ദേശമാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്ന നിർദ്ദേശം, അതായത് അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്ന ഒരു കേബിൾ സന്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നത്, അതത് രാജ്യങ്ങളിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന സംവിധാനത്തെയും അതുപോലെ തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനനിലെ ഭീകര സ്വഭാവമുള്ള സംഘടനയെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് IRGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ അവർക്ക് സാമ്പത്തികമായും അല്ലാതെയും സൈനികമായും ഒക്കെ പിന്തുണ നൽകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം ഇറാനിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുക, ഒരു സമാധാനത്തിലേക്ക് നീങ്ങുക എന്നൊരു നീക്കമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ട്രംപ് പറഞ്ഞതുമായി ചേർത്ത് ഇതിനെ വായിക്കേണ്ടതുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ IRGCയെയും പൂർണ്ണമായും നിരായുധീകരിക്കുക അല്ലെങ്കിൽ ദുർബലമാക്കുക എന്ന കൃത്യമായ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ സന്ദേശം എല്ലാ നയതന്ത്ര പ്രതിനിധികൾക്കും നൽകി കഴിഞ്ഞു. അതത് രാജ്യങ്ങളിൽ, അതായത് ഏത് നയതന്ത്ര പ്രതിനിധികൾ ഏത് രാജ്യത്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അതത് രാജ്യങ്ങളിലെ അധികാരികളിൽ ഇവർ ഈ രണ്ട് സംഘടനകളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദം ചെലുത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ നീക്കങ്ങൾ, അതായത് ഒരു നയതന്ത്ര തലത്തിലുള്ള ഒരു നീക്കങ്ങൾ എന്നതിനപ്പുറമുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോകുന്നതിന്റെ മുന്നോടിയായുള്ള ഒരു നയതന്ത്ര ഇടപെടൽ മാത്രമാണ് ഇത് എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഗോപിക. ശരി ഐസൻ.